ഇറാനിൽ വീണ്ടും അമേരിക്കൻ ആക്രമണം. സൈനിക താവളങ്ങളിലാണ് ആക്രമണം ഉണ്ടായത്. ഖത്തറിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ആക്രമണം. അശ്വജിത് സി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നു. അശ്വജിത്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇതൊന്ന് അവസാനിപ്പിക്കണം, സമാധാനം ഉണ്ടാകണം എന്ന് ഒരുപാട് തവണയായി നമ്മൾ ഇരുവരും തന്നെ ഈ ലൈവിൽ നിൽക്കുന്ന സമയത്തൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷേ ഇറാനിൽ വീണ്ടും അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുന്നു. ഈ കരാറുകൾ ഒന്നും, അങ്ങോട്ട് വെക്കുന്ന നിബന്ധനകളൊന്നും അംഗീകരിക്കാൻ ഇരുവരും തയ്യാറാവുന്നില്ല എന്നതാണല്ലോ. ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ എന്താവും ഭാവി? ഇപ്പോൾ ഈ കഴിഞ്ഞ കാലയളവിൽ ഒരുപക്ഷെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് ഒരു മാസത്തോളമായി വെടിനിർത്തലും അല്ലെങ്കിൽ പരസ്പര ധാരണയുടെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം ഒഴിവാക്കിയുമാണ് ഇരു രാജ്യങ്ങളും മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സാഹചര്യങ്ങൾ വലിയ തോതിൽ ചർച്ചയാവുകയും ഈ ചർച്ചകൾ വലിയ പുരോഗതി ഉണ്ടാവുകയും ഖത്തറിൽ ഇന്നലെ തന്നെ ഇറാന്റെ പ്രതിനിധികളുമായൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇറാനിലെ തെക്കൻ പ്രദേശത്ത് ബന്ദർ അബ്ബാസ് എന്ന തെക്കൻ പ്രദേശത്തെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക ആക്രമണം നടത്തിയതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഒപ്പം ഹോർമുസിൽ ഈ മൈനുകൾ നിക്ഷേപിക്കുന്ന ഇറാന്റെ ബോട്ടുകളും ആക്രമിക്കപ്പെട്ടതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ അത് പൂർണ്ണമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ തെക്കൻ മേഖലയിലെ ആക്രമണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. ഏതായാലും അമേരിക്ക സ്ഥിരീകരിക്കുന്നത് ഈ രണ്ട് മേഖലകളിലും വ്യോമാക്രമണം നടത്തി എന്നതാണ്. എന്നാൽ വലിയ കാഷ്വാലിറ്റി ഉണ്ടോ അല്ലെങ്കിൽ വലിയ നാശനഷ്ടമുണ്ടോ എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വന്നിട്ടുമില്ല. ഇറാൻ മാധ്യമങ്ങളിൽ ഈ സ്ഫോടനം നടന്നതായി, വലിയ എക്സ്പ്ലോഷൻ ശബ്ദം കേട്ടതായുള്ള വിവരങ്ങൾ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആക്രമണം നടന്നു എന്ന് ഏതാണ്ട് വ്യക്തമാണ്. എന്നാൽ ഇതിന്റെ തീവ്രത എത്രത്തോളം വലുതാണ് എന്ന് വരും മണിക്കൂറുകളിൽ മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ചർച്ചകൾ പുരോഗമിക്കുന്നു. സമാധാന ചർച്ചകളും ഉടമ്പടിയുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതിലെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട ചർച്ചകളുമൊക്കെ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ കൂടെ പുരോഗമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അത് മറ്റൊരു രീതിയിൽ കൂടെ കാണാം. ഈ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ അതിനൊരു സമ്മർദ്ദ തന്ത്രമായി അല്ലെങ്കിൽ അമേരിക്കയുടെ ആ ഒരു സമ്മർദ്ദ നീക്കമായി കൂടെ ഈ ആക്രമണത്തെ കാണാമെന്നതാണ് അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുന്നത്. ഏതായാലും ഇനി ഒരുപക്ഷെ ഇറാൻ ഇതിന് ഒരു മറുപടി നൽകുമോ, വീണ്ടും പഴയതുപോലെ ഏതാണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസത്തോളമായി വലിയ സംഘർഷമില്ലാതെ പോവുകയാണ്. ആ പഴയ കലുഷിതമായ സാഹചര്യത്തിലേക്ക് പോകുമോ എന്നതാണ് ലോകം ആശങ്കയോടെ ഉറ്റുനോക്കുന്നത്.